പക്ഷേ ഇന്ന് ഞാൻ താങ്കൾക്കൊണ്ട് ചോദിച്ചത് ഇത് കുറച്ച് 3 കാര്യങ്ങളാണ്. അതായത് താങ്കളുടെ ഹെൽത്ത് എങ്ങനെയാണ്? താങ്കളുടെ വെൽത്ത് എങ്ങനെയാണ്? താങ്കളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു? പിന്നെ താങ്കൾ എന്താണ് അറിയേണ്ടത്? താങ്കൾ എന്താണ് ഒഴിവാക്കേണ്ടത്? പിന്നെ താങ്കളുടെ ഓവറാൾ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ കിട്ടിയ കാർഡുകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കാരണം ഈ ടാരോ റീഡിംഗ് കാണുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാർഡുകളുടെ മീനിങ് എന്താണെന്ന്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, എന്താ ഇതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബുദ്ധിപൂർവ്വം തന്നെ വളരെ നന്നായിട്ട് രീതിയിൽ നിങ്ങൾ ഭക്ഷണം നല്ല രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ വെൽത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ബിസിനസ് തുടങ്ങാനോ എന്തിനൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. സധൈര്യം മുന്നോട്ട് പോവുക, യാതൊരു കുഴപ്പവുമില്ല, നിങ്ങൾ വിജയിക്കും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടുള്ളതും അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തോ നിങ്ങളിലേക്കൊരു ഡിസീവ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങളിലേക്ക് എന്തോ ഒരു നിങ്ങളുടെ നിന്ന് എന്തെങ്കിലും ഒരു ഡിസീവ്, അതായത് ഒരു ചതിവ്, അത് റിലേഷൻഷിപ്പുമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഒരു ചതിവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക. നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങൾ ഭൂതകാലത്തെ പിടിച്ചുകൊണ്ടിരിക്കുക. അതായത് പഴയ കാര്യങ്ങൾ, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഇരിപ്പുണ്ട്. അതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോവുക, സധൈര്യം മുന്നോട്ട് പോവുക. നിങ്ങളെ വേദനിപ്പിച്ചവരോ അല്ലെങ്കിൽ വേദനിപ്പിച്ച കാര്യങ്ങൾ, ഓർമ്മകൾ, നഷ്ടപ്പെട്ട കാര്യങ്ങൾ, നഷ്ടപ്പെട്ട വസ്തുക്കൾ, ഇതൊക്കെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഓവറാൾ ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വൈകാരികമായി നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടും നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ട് അതായത് നിങ്ങൾക്ക് മറ്റുള്ളവർ വളരെയധികം നല്ല ആർദ്രതയുള്ള വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരാഴ്ചയാണ് വന്നത്, അല്ലെങ്കിൽ ഒരു ദിവസമാണ് നാളെ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് കിട്ടുന്നത്. ഇപ്പോൾ ഏതോ ഒരാഴ്ചയിലെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുണ്ടെങ്കിൽ അത് തുടങ്ങിക്കൂടെ, നല്ല രീതിയിൽ പോകുന്നു. നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളിലേക്ക് വരുന്ന എന്തോ ഒരു ചതിവ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ദിവസങ്ങളാണ് വരുന്നത്. ഒരാഴ്ചത്തെ കാര്യമാണ് നമ്മൾ ടാരോ കാർഡ് പറയുന്നത്. നല്ലൊരു ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഡേറ്റഡ് പോർട്ടൽ ഇന്ന് തീർന്നു. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് 8 പോർട്ടൽ എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ഒരു 8 കാര്യങ്ങളോ നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് അത് ഈ 3, അതായത് 8-ാം തീയതി 8, 9, 10, 11, 12 ഇങ്ങനെ 5 ദിവസങ്ങളായിട്ട് അത് യൂണിവേഴ്സിൽ സമർപ്പിച്ച് നമ്മൾ ഈ ദിവസം 12-ാമത്തെ ദിവസം ഇന്നത്തെ ദിവസം സമർപ്പിച്ച് നമ്മൾ ആ പേപ്പർ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുകയോ ചെയ്യാം. അപ്പോൾ അടുത്ത വർഷം, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചിരിക്കും എന്നാണ് 8 പോർട്ടലിൻ്റെ മീനിങ്. പിന്നെ നമുക്ക് അതുപോലെ അബണ്ടൻസ് വരികയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിന്നെ ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഉയരണം. എൻ്റെ സൗണ്ട് കുറവായിരിക്കും, പുറത്ത് നല്ല മഴയുണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ടും എങ്ങനെയും ഉയരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നന്മ പറയുക, മറ്റുള്ളവർക്ക് നല്ല നല്ല സഹജീവികൾക്ക് മറ്റുള്ളവർക്ക് നന്മകളും ഉയർച്ചയും ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, മറ്റുള്ളവർക്ക് ആരോഗ്യം നല്ലതാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ അതേപോലെ നമ്മളിലേക്കും വരും. അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തികത്തിൽ നിന്നും ഒരു 10% കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതായത് ഒരു 1000 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നൊരു 100 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുക. യഥാർത്ഥമായ അത് വ്യക്തികൾക്ക് കൊടുക്കുക. അതായത് ഭക്ഷണമില്ലാതെ ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്കോ അവർക്കൊക്കെ നിങ്ങളത് ഉപയോഗിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 100 രൂപ കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അതിൻ്റെ 1000 മടങ്ങായിട്ട് തിരിച്ചു തരുന്നതാണ്. ഇതാണ് ഈ സമ്പത്ത് ഒരു മനുഷ്യനിൽ വരുന്നതിൻ്റെ രഹസ്യം. അതാണ് ഒരുത്തൻ സമ്പന്നനായിരിക്കണമെങ്കിൽ അതേപോലെയൊക്കെ ചെയ്തെങ്കിൽ വീണ്ടും വീണ്ടും അത് നമ്മളിലേക്ക് സമ്പത്ത് വരത്തുള്ളൂ. അല്ല നമ്മളുടെ പൈസയാണ് നമ്മൾ ചിലവഴിക്കാതിരുന്നാൽ അതോടുകൂടി നമ്മുടെ കയ്യിൽ പിന്നെ വരത്തുമില്ല. അതായത് യൂണിവേഴ്സ് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഒരാളെ സഹായിക്കുന്നത് കാണുമ്പോൾ
തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമ്മളെ സഹായിക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി അല്ല 100 ഇരട്ടി അല്ല 1000 മടങ്ങായിട്ട് നമ്മളിലേക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു 10% എപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല ആൾക്കാരാണ് എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു നല്ല റീഡിങ് കിട്ടിയത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. എല്ലാം നല്ലത് തന്നെ ആകട്ടെ എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.